Hello everyone, welcome back to a full video after a long time, and I'm so happy that I could start with IKEA video because ഞാനൊരു IKEA ഫാനാണ്, ഒരു ഡെഡ് ഫാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് IKEA പ്രോഡക്ട്സ്. അപ്പം ഞങ്ങൾ ആക്സിഡൻ്റലി ആണ് ഇന്ന് ഇവിടെ എത്തിപ്പെട്ടത്. വേറെ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഒരു ദൂര സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ പല കാരണങ്ങളോട് എനിക്ക് പോകാൻ പറ്റിയില്ല. വരുന്ന വഴിയാണ് IKEA കണ്ടപ്പോൾ ഇവിടെ കയറി നോക്കാമെന്ന് കയറി നോക്കുമ്പോൾ ഇവിടെ ഇനോഗ്രേഷൻ ഡേ ആണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് എനിക്കതിൻ്റെ പാട്ടാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ സ്റ്റോറിൻ്റെ ആ ഒരു റെപ്ലിക്ക തന്നെയാണ്. IKEA സ്റ്റോർ പൊതുവെ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുമല്ലോ. ഞാൻ കുറേയൊന്നും കണ്ടിട്ടില്ല, എന്നാലും ഇത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനും. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്കിത് കാണുമ്പോൾ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമാണല്ലോ. അപ്പം ഞാൻ വാങ്ങാൻ വേണ്ടി വന്നതൊന്നുമല്ല, എങ്ങനെയുണ്ട് നോക്കാൻ വന്നതാണ്. പക്ഷേ വന്ന സ്ഥിതിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ പുതിയതായിട്ട് ഞാനൊന്നും കണ്ടില്ല. നമ്മളവിടെ കാണുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ളൂ. പിന്നെ ആ ഒരു സ്റ്റോറിനെ കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ഒരു കാൽഭാഗം പോലും ഇല്ല കേട്ടോ. ഇവിടെ ഫർണിച്ചേഴ്സ് ഇല്ല. ഫർണിച്ചേഴ്സൊക്കെ വളരെ മിനിമൽ, ഒരു ഫ്യൂ ഫർണിച്ചേഴ്സ്, എല്ലാം കുറച്ചേ ഉള്ളൂ. പിന്നെ കിച്ചൺ പ്രോഡക്റ്റ്സൊക്കെ കുറച്ചുണ്ട്. പിന്നെ ഈ ഓർഗനൈസേഴ്സ്, ബാസ്ക്കറ്റ്സ്, ബോക്സസ് അതൊക്കെ ഉണ്ട്. അതും എല്ലാം എനിക്ക് തോന്നിയത് അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പുതിയതായിട്ടൊന്നും ഒരു വെറൈറ്റി ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ അവിടെ ബെഡ്ഷീറ്റ്സ് എല്ലാം ഉണ്ട്, കുറച്ചായിട്ട്. അപ്പോൾ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം ഫസ്റ്റ് ഡേ, അത് അതിൻ്റെ ഇനോഗ്രൽ ടൈമിൽ ഇപ്പോൾ 10 മിനിറ്റ്സ് മുന്നേ ഞങ്ങളവിടെ എത്തി. എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ മാം വന്നിട്ട് പറഞ്ഞു, മാം ഇതിൻ്റെ റിബൺ കട്ട് ചെയ്തിട്ടില്ല. കാരണം അവിടെ എന്തോ ഒരു ഈവൻറ്റ് നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ അത് ഇനോഗ്രേഷൻ ആണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും കയറാമല്ലോ വിചാരിച്ച് ഞങ്ങളിങ്ങനെ എൻട്രിയിലോട്ട് പോകുമ്പോഴാണ് അവർ പറഞ്ഞത്, ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിബൺ കട്ട് ചെയ്തോട്ടെ മാം, ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. അപ്പോൾ കാരണം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല. ആക്ച്വലി നമ്മളിതിൻ്റെ IKEA ഫാമിലി മെമ്പറാണ്, പക്ഷേ ഇന്നാണ് അതിന് ഇനോഗ്രേഷൻ എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇൻവിറ്റേഷൻ വന്നു എന്ന് പറയണ്ടേ, പക്ഷേ വേറൊരു ദിവസമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പം വരാനും ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയല്ലോ, എനിക്കൊരുപാട് സന്തോഷം. അപ്പം ഈ ഒരു സൈസിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡാണ്. കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് അടുത്താണത്, മറ്റേ നാഗസാന്ദ്ര ഉള്ളത് കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ നമുക്ക് വാങ്ങാനല്ലെങ്കിൽ കൂടെ ഒന്ന് പോയി കാണുമ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമയുള്ളൊരു സുഖമുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് പോയി കാണാനൊക്കെ വെച്ചാൽ അതിന് കാണാൻ മാത്രം ഒന്നുമില്ല. ഒരു 10-15 മിനിറ്റിൽ നമുക്ക് വാക്ക് ചെയ്ത് കഴിയും. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം മറ്റ് നാഗസാന്ദ്ര എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വരണ്ട, അല്ലാതെ കാഷ്വലി നമുക്ക് വന്ന് വിസിറ്റ് ചെയ്യാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ റിക്വയർമെൻറ്റ് എന്താണ്, എൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും ലോങ് വീഡിയോസ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വിൽ ട്രൈ ടു കീപ്പ് അപ്പ് വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബായ്. പിന്നെ പറയാൻ മറന്നു, ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു IKEA ബാഗും കൂടെ കിട്ടി കേട്ടോ ഗിഫ്റ്റായിട്ട്. അതിൻ്റെ കൂടെ 2 ചോക്ലേറ്റും പിന്നെ ഒരു വാൾ ഹാങ്ങിങ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയല്ലേ. ബൈ.